Good afternoon, നമസ്കാരം. എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് എന്നോടൊപ്പം ഇവിടെ വളരെ മൾട്ടി ടാലന്റഡ്, മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്, ഷേർലി കനയം. നമസ്കാരം ഷേർലി, വീഡിയോയിലേക്ക് സ്വാഗതം. ഷേർലി, പറയോ എന്തൊക്കെ ടാലൻസ് ആണുള്ളത് ഒന്ന് പറയോ? ഞാൻ പെയിന്റിങ് ചെയ്യാറുണ്ട്, കവിത എഴുതും, ജുവലറി മേക്കിംഗ്, ടെറാക്കോട്ട ആഭരണങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ശരി, അതേ പറഞ്ഞു വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് എൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. ഇഷ്ടംപോലെ പെയിന്റിങ്സ്, അതുപോലെ ടെറാക്കോട്ട ജ്വല്ലറി, ഇതെല്ലാം തന്നെ ഇവിടെ ഷേർലി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കേണ്ട നമ്പർ 0529462343. വളരെ ഷേർലി, പെയിന്റിങ് ചെയ്യുന്നു പറഞ്ഞില്ല, അപ്പൊ നമുക്ക് പെയിന്റിങ് തന്നെ തുടങ്ങാം. ഏത് തരത്തിലുള്ള പെയിന്റിംഗ് ചെയ്യുന്നത്? എല്ലാം ചെയ്യും. വാട്ടർ കളർ, അക്രലിക്, ഓയിൽ പെയിന്റിംഗ്, അങ്ങനെ എല്ലാത്തരം വർക്കുകളും ചെയ്യാറുണ്ട്. എങ്ങനെയാ ഇത് ഈ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തത്? നേരത്തെ തൊട്ടേ പെയിന്റിംഗ് ചെയ്യുമായിരുന്നു? കുട്ടിക്കാലം മുതലേ ചെയ്യുമായിരുന്നു. ഞാൻ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരാളായിരുന്നു. ഒരു ഒറ്റ കുട്ടിയായിട്ട് വളർന്നതുകൊണ്ട് ഭയങ്കര ലോൺലിനെസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വായനയും വരപ്പും, കളിക്കാൻ കൂട്ടുകാരൊന്നും ഇല്ല, അപ്പൊ എപ്പോഴും വരപ്പായിരുന്നു. കുട്ടിക്കാലം മുതലേ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ആ വരയ്ക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നപ്പോൾ പേരൻസ് പിന്നെ വരയ്ക്കാൻ വേണ്ടി പഠിക്കാൻ വിടുമായിരുന്നു വെക്കേഷന്. അങ്ങനെ വരയ്ക്കാൻ പോയി പിന്നെ ഇതിലോട്ട് തന്നെ അങ്ങ് എൻ്റെ ആ ടാലന്റ് ഡെവലപ്പായി വന്നു. ശരി. ഫാമിലിയെ കുറിച്ചൊന്ന് പറയോ? ഹസ്ബൻഡ് 2 കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ എത്ര പ്രായം? കുട്ടികൾ മൂത്തയാള് 12th, രണ്ടാമത്തെ ആള് 8th സ്റ്റാൻഡേർഡിലാണ്. അവരും രണ്ടുപേരും വരയ്ക്കും, ധാരാളം മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ട്. കുട്ടികൾ കുറച്ച് വലിയതായതുകൊണ്ട് ഇതിനൊക്കെ സമയമുണ്ടല്ലേ? ഒരുപാട് സമയം കിട്ടാറുണ്ട്. ഓയിൽ പെയിന്റിംഗ്, അക്രിലിക്, അതുപോലെ വാട്ടർ അല്ലേ? പിന്നെ മ്യൂറൽ പെയിന്റിങ്ങും ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മ്യൂറൽ പെയിന്റിങ്ങും ചെയ്യാം. അതെ. ഇവിടെ ആക്ച്വലി ഷേർലി കുറെ നമുക്ക് പെയിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. ഇത് എന്ത് ഇത് വെച്ചാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്? ഓയിൽ പെയിന്റിംഗ് ആണ്. ഇത് ഷാർജ ക്രീക്ക് ആണിത്. ഷാർജ ഫിഷ് മാർക്കറ്റിന്റെ അടുത്തുള്ള ക്രീക്ക് പോർട്ട് ഉണ്ടല്ലോ ഷാർജയിലെ, മോസ്കിന്റെ ഒക്കെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഉള്ള ആ വ്യൂ ആണ്. ബാക്കിൽ കാണുന്നത് മോസ്ക് ആണ്. അപ്പൊ അതിന്റെ എതിർവശത്ത് നിന്നിട്ടുള്ള വ്യൂ ആണിത്. ഇത് ഓയിൽ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്, ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്. ശരി, വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത്. താങ്ക് യു. ബ്യൂട്ടിഫുൾ. അപ്പൊ ഇങ്ങനെ ഒരു പെയിന്റിംഗ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും ഷേർലി? അത് ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് ഫുൾ ടൈം അതിനു വേണ്ടി ടൈം കണ്ടുപിടിക്കാറില്ല, അതിനുവേണ്ടി ചെലവാക്കാറില്ല. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ ഒരുക്കിയിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കും. ഇതൊരു 1 വീക്കിനകത്ത് തീരും. അപ്പം പെയിന്റിംഗ് ഇപ്പം എങ്ങനെയാണ് ഇത് പഠിച്ചിട്ട് എങ്ങനെയാണ് ഇത് തന്നെത്താൻ ഇങ്ങനെ തുടങ്ങിയതാണോ അതോ പ്രോപ്പർ എന്തെങ്കിലും ഡിഗ്രി കോഴ്സ് ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ്? KGT കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാം എഴുതിയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈൻ ആർട്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പാരൻസിന് അതിനോട് താല്പര്യമില്ല, അവര് ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. അവർക്ക് പഠിത്തം അങ്ങനെയുള്ള ഒരു ലെവലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഞാനെല്ലാ രക്ഷകർത്താക്കളെടുത്തും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ പിന്നെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തന്നെ അവരെ പഠിപ്പിക്കണം എന്നുള്ളത്. ഈ കാണുന്ന ഷേർലി ചെയ്തിട്ടുള്ള ഒരു മ്യൂറൽ വർക്കാണ്, പെയിന്റിംഗ് ആണല്ലേ? അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? എന്തായിരുന്നു മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ഒക്കെ ചുവർചിത്രങ്ങളായിട്ട് എഴുതിയിരുന്നതാണ്. ഇപ്പോഴത് പിന്നെ ക്യാൻവാസിൽ നമ്മൾ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പഴയ കാലത്ത് അത് നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴത് ക്യാൻവാസിൽ നമ്മൾ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഇപ്പോഴിതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. വീടുകളിലെല്ലാം വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര്. മാത്രമല്ല അവരതൊരു പടം ഉള്ളത് അവരതൊരു പ്രൗഡായിട്ട് കാണുന്നുണ്ട്. ഒരു പടം, ഒരു മ്യൂറൽ പെയിന്റിങ് വീട്ടിലുള്ളത് അങ്ങനെ കാണുന്നുണ്ട് ഒരുപാട്. ഇത് വളരെ കോസ്റ്റ്ലി ആണ്. ചാർജസ് എന്ന് പറഞ്ഞാൽ വലിപ്പം അനുസരിച്ചാണ്. അവർ ഇത്ര വലിപ്പത്തിലുള്ള പെയിന്റിങ് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വലിപ്പം അനുസരിച്ച് അവർ ആവശ്യപ്പെടും, ഇത്ര വലിപ്പത്തിനനുസരിച്ച് വേണമെന്ന്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് ഒരുപാട് സമയം എടുക്കുന്ന വർക്കാണ്. മറ്റുള്ള പെയിന്റിംഗ് പോലെ പെട്ടെന്ന് ഒന്നും ഇത് ഫിനിഷ് ആവില്ല. അത് മ്യൂറൽ പെയിന്റിംഗ് ആണ്. അത് രാമൻ, സീത, ഹനുമാൻ, ലക്ഷ്മണൻ അവരിരിക്കുന്ന ഒരു രംഗമാണ്. ശരി, വളരെ ഭംഗിയുണ്ട്. ഇത് എത്ര നാൾ എടുത്താണ് ഇത് ഒരു പെയിന്റിംഗ് തീർത്തത്? ഇത് ഇപ്പൊ ഒരു 2-3 ആഴ്ച ഞാൻ ഫുൾ ടൈം ഇരിക്കാത്തത് കൊണ്ട് എനിക്ക് ഒരു 1 month എങ്കിലും വേണ്ടി വരും ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലും കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആണ് ചെയ്യുന്നത്. ഇവിടുന്നാണോ? ഇവിടുന്ന് മാത്രമാണ് ക്ലയൻസ്? ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ
ഹലോ നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് നീതു എന്നാണ്. ഒന്നുകൂടെ പറയോ പേര്? എന്റെ പേര് നീതു എന്നാണ്. ഓക്കെ, ഷോളിയോട് സംസാരിച്ചോളൂ. ഓക്കെ. ഹലോ ഹലോ ചേച്ചി. ചേച്ചി, എന്റെ പേര് നീതു എന്നാണ്. ഹലോ ഹലോ കുറച്ച് ഉറക്കെ സംസാരിച്ചോളൂ മീനു. ചേച്ചി, എനിക്ക് ഈ ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ചായിരുന്നു അറിയേണ്ടത്. പറഞ്ഞോളൂ നീതു. ഈ ജ്വല്ലറി മേക്കിങ്ങിന്റെ നമ്മള് ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. ക്ലേ കിട്ടാറുണ്ട് എല്ലാ ഷോപ്പിലും. ഇപ്പൊ ഒരുവിധമുള്ള ഷോപ്പുകളിലെല്ലാം സ്റ്റേഷനറികളിലെല്ലാം ക്ലേ, ടെറാക്കോട്ട ക്ലേ കിട്ടും. പിന്നെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കിട്ടും. ഇവിടെ ഡ്രാഗൺ മാർട്ടിൽ പോയാൽ കിട്ടും. പിന്നെ നമ്മളെ ഈ ടൈലറിങ് ഷോപ്പുകളുണ്ടല്ലോ, ടൈലറിങ് മെറ്റീരിയൽസ് കിട്ടുന്ന റോളയിലൊക്കെ ഉള്ള ഷോപ്പുകളിലെല്ലാം ഇതിന്റെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ചേച്ചി, ഈ പെയിന്റിങ് നമുക്ക് ചേച്ചിയുടെ കയ്യിലുള്ള കുറെ കാണാൻ എന്തെങ്കിലും സൈറ്റ് എന്തെങ്കിലും ഉണ്ടോ? സൈറ്റ് ഉണ്ട്. ആർട്ട്ഷെള്ളി ഗാലറി എന്നാണ് പേര്. ആർട്ട്ഷെള്ളി ഗാലറി. ആർട്ട്ഷെള്ളി ഗാലറി ഫേസ്ബുക്കില് ഒരു പേജ് ഉണ്ട്. അതിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അതിൽ നമ്പർ ഉണ്ട്, അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അതില്ലെങ്കിൽ മീനു ഞങ്ങൾക്ക് miyoram@ntvuae.com ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ഷോലിയുടെ ഡീറ്റെയിൽസ് തരാം. അത് മാത്രമല്ല, ടെറാക്കോട്ട ജ്വല്ലറിക്ക് വേണ്ടി അതിന് പോലും ഷോലിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ടെറാക്കോട്ട ഇൻ UAE എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു മീനു. ഓൾറെഡി അപ്പൊ നമ്മൾ മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു നേരത്തെ കാണിച്ചു തന്നെ ആ ഒരു ഫിഗർ അല്ലേ, അതിനെ കുറിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പൊതുവെ ഏത് തരത്തിലുള്ള ഫിഗേഴ്സ് ആണ് ചെയ്യുന്നത്? ഭഗവാന്റെ, ദേവിയുടെ, അതോ? അത് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച്. ചിലർ പറയും ഗണപതിയെ വേണം, സരസ്വതിയെ വേണം, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം പറയും അവര്. അതാണ് ഒന്നുമില്ലെങ്കിൽ അവർ പറയും എനിക്ക് ഇന്ന അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതില്ല, നിങ്ങൾ ഏതെങ്കിലും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒന്ന് വരച്ച് തന്നാൽ മതി എന്ന് പറയും. സൈസ് മാത്രം പറയും, വലിപ്പം പറയുമ്പോൾ നമ്മൾ അനുസരിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ ഓയിൽ പെയിന്റിംഗ്, വാട്ടർ കളേഴ്സ്, അതുപോലെ അക്രിലിക്, ഇതിൽ മൂന്നിലും എന്താണ് വ്യത്യാസം? ഏതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്? ആസ് എ ബിഗിനർ നമുക്ക് ചെയ്ത് തുടങ്ങണമെങ്കിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ കുട്ടികളെ ആയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും വാട്ടർ കളറിലാണ്. കാരണം വാട്ടർ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലാണ് ഷെയ്ഡ് ലൈറ്റ് ഇട്ട് കുഞ്ഞിലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും അതാണ് ബിഗിനേഴ്സിന് നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്രിലിക്. ഈ പണ്ട് കാലത്ത് അക്രിലിക് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അക്രിലിക് വന്ന് സർവ്വസാധാരണമായത്. അപ്പൊ കുറച്ചും കൂടി എളുപ്പമാണ് എല്ലാവർക്കും ചെയ്ത് പഠിക്കാൻ, അക്രിലിക് ചെയ്ത് പഠിക്കാം. പക്ഷെ വാട്ടർ കളർ നല്ലതുപോലെ വന്നതിന് ശേഷം അക്രിലിക് തുടങ്ങുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടെ ഒരു ബേസ് കിട്ടും. അപ്പം അക്രിലിക്കും ഓയിലും നമുക്ക് ഇത് രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും? അതോ ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ പെയിന്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ അക്രിലിക് മാത്രം ഉപയോഗിക്കണം, അല്ലെങ്കിൽ വേറെ ഒന്നിൽ ഓയിൽ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാമോ? എങ്ങനെയാ അതിനെക്കുറിച്ച്? അത് നമുക്കിപ്പോഴും ഒരിക്കലും അക്രിലിക്കും പിന്നെ ഓയിലും കൂടി മിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അക്രിലിക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് അത്ര പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഓയിൽ ചെയ്യാം, അക്രിലിക്കിന്റെ മേളിൽ ചെയ്യാം. പക്ഷെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാറില്ല. അക്രിലിക്കിന്റെ പുറത്ത് നമ്മൾ അക്രിലിക് ചെയ്ത് പടത്തിന് പെർഫെക്ഷൻ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ പുറത്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പുതിയ പടം ഓയിൽ ചെയ്യാം. ഓയിൽ പെയിന്റ് വെച്ചിട്ട് പിന്നെ അത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം, നല്ല രീതിയിൽ ചെയ്തെടുക്കാം, അങ്ങനെ ചെയ്യാം. ഇതിന്റെ മീഡിയം എന്ന് പറയുന്നത് ഏതാ പൊതുവെ? നമ്മൾ അക്രിലിക്കിന് നമുക്ക് ഗ്ലോസി മീഡിയം, മാറ്റ് മീഡിയം, അങ്ങനെയൊക്കെ ഫിനിഷ് ഇത് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. എങ്കിലും വെള്ളം ഉപയോഗിച്ച് ഇപ്പൊ പല രീതിയിൽ അക്രിലിക് ചെയ്യാം. അക്രിലിക് എന്ന് പറയുമ്പോൾ വാട്ടർ കളർ പോലെ വെള്ളം ഉപയോഗിച്ച് വാട്ടർ മീഡിയം, വാട്ടർ ബേസ്ഡ് ആയിട്ട് ചെയ്യാം. വളരെ ലൈറ്റ് ആയിട്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് വാട്ടർ കളർ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യാം. അതുപോലെ തന്നെ ഓയിൽ പെയിന്റ് രീതിയിലും ചെയ്യാം. ഓയിൽ പെയിന്റ് ചെയ്യുന്നത് കട്ടിക്കാണ് എടുത്ത് വെക്കുന്നത്, ഒപ്പാക്ക് പോലെ നമ്മൾ ഓയിൽ പെയിന്റ് ചെയ്യുന്ന അതുപോലെ വൈറ്റ് പെയിന്റ് മിക്സ് ചെയ്ത് അങ്ങനെ ആ രീതിയിലും ചെയ്യാം. നമുക്കൊരു കോളർ ഉണ്ട് ഷോലി, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? സന്തോഷാണ്. സന്തോഷ്, ഷോലിയോട് സംസാരിച്ചോളൂ. ഹലോ സന്തോഷ്, പറഞ്ഞോളൂ. ഹലോ ഹലോ സന്തോഷാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. കേൾക്കാനുണ്ട്, കേൾക്കാം. മാഡം എവിടെയെങ്കിലും എക്സിബിഷൻ നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ട്. എക്സിബിഷൻ ഷാർജയിലായിരുന്നോ? അല്ല, ദുബൈയിലാണ്. ആർട്ട് അറ്റാക്ക് ഗാലറിയിലുണ്ട്. പിന്നെ ഡിയാക്കില് എല്ലാ വർഷവും നടത്താറുണ്ട്. ഡിയാക്കിലെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അവിടെ എല്ലാ വർഷവും നടത്താറുണ്ട്. അങ്ങനെ ഒത്തിരി ഗ്രൂപ്പ് എക്സിബിഷൻ നടത്താറുണ്ട്. ആളാണോ? ഞാൻ ആസ്വദിക്കാറുണ്ട്, കാണാറുണ്ട്, വരയ്ക്കാറില്ല. നമുക്ക്
ഇല്ല ഇല്ല, അതിനുള്ള ഇത് നമുക്ക് ദൈവം തന്നിട്ടില്ല. അതെ, ഓക്കെ. വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ. ഓക്കെ, താങ്ക് യു. എക്സിബിഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞ പോലെ എക്സിബിഷൻസ് ഒക്കെ എത്ര മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ എങ്ങനെയാണ് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ച്? എക്സിബിഷൻസ് നടത്താറുണ്ട്. നാട്ടിലായിരുന്നപ്പോൾ നാട്ടിൽ സ്ഥിരം നടത്താറുണ്ട്. ഗ്രൂപ്പ് എക്സിബിഷനും സോളോയും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നടത്താറുണ്ട്. ഇവിടെ ആർട്ട് അറ്റാക്ക് ഗ്യാലറിയിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് 2010. പിന്നെ അവിടുത്തെ ഗാലറി ആർട്ടിസ്റ്റ് ആയിരുന്നു, അവരെ വർക്കുകളെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഡിയാക്ക് ദുബായ് ആർട്ട് ലവേഴ്സ് എന്ന് പറഞ്ഞ് ആ ഡിയാക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ട്. അത് മോൾ ഓഫ് എമിറേറ്റ്സിലോ ഡക്റ്റാക്കിലോ എവിടെ? അത് ഡിയാക്കില് അവിടെ എക്സിബിഷൻ എല്ലാ വർഷവും മെമ്പേഴ്സ് എക്സിബിഷൻ ഉണ്ട്. അപ്പൊ അവിടെ നടത്താറുണ്ട്. അവിടെ ആകുമ്പോൾ എല്ലാ യൂറോപ്യൻസും അവരുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവര് വന്ന് പെയിന്റിങ്സ് ഒരുപാട് സെയിൽ ആകാറുണ്ട് അവിടെ. അപ്പൊ എങ്ങനെയാണ് റെസ്പോൺസ് ഒക്കെ നല്ലതായിട്ട് കിട്ടാറുണ്ട്? കിട്ടാറുണ്ട് എക്സിബിഷനിൽ പോയി. അപ്പൊ നമുക്ക് തിരിച്ച് ഓയിൽ പെയിന്റിങ് അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാത്തിനും ബേസ് കൊടുക്കണോ? നമ്മൾ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ബേസ്, അത് എങ്ങനെയാണ് വൈറ്റ്? അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി നമ്മള് ഓയിൽ പെയിന്റിങ്ങോ അക്രിലിക്കോ വാട്ടർ കളറിന് വാട്ടർ കളർ ഓയിൽ പെയിന്റിങ് ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് ഉപയോഗിച്ച് മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ഓയിലിൽ നമ്മൾ കുറച്ചും കൂടി ലൂസ് ആകാൻ വേണ്ടിയിട്ട് ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ശരി, അല്ലാണ്ട് നമുക്ക് വാങ്ങിക്കുന്ന അതുപോലെ അല്ല അതിൽ ഓയിലും കൂടി മിക്സ് ചെയ്യും ആവശ്യത്തിനനുസരിച്ച്. ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞ് കിട്ടും. അതും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അത് മിക്സ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? അത് കുറച്ച് ലൂസ് ആകാനാണ്, തിക്കായിട്ടിരിക്കും. അപ്പൊ നമുക്കത് ലൂസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ വാട്ടർ കളർ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്, വാട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ ഇത് ഓയിൽ ബേസ്ഡ് ആണ്, ഓയിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ശരി. അപ്പം ഞാൻ പലരും ചെയ്യുന്നുണ്ട്, ആദ്യം ഒരു വൈറ്റ് ബേസ് കൊടുക്കുക. അത് ഏതിനാണ്, ഏത് പെയിന്റിങ്ങിനാണ്? വാട്ടർ കളേഴ്സിനാണോ അക്രിലിക്കിനാണോ? ഒരു വൈറ്റ് ബേസ് നമ്മളിപ്പോൾ ക്യാൻവാസിലൊക്കെ കൊടുക്കുന്നത് വൈറ്റ് ആദ്യം. എൻ്റെ കുട്ടികളൊക്കെ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുക വൈറ്റ് ബേസ് ഇട്ടിട്ട് വേണം ചെയ്യാനെന്നുള്ളത്. വൈറ്റ് നമ്മൾ അങ്ങനെ വൈറ്റ് നമ്മൾ ക്യാൻവാസ് എടുക്കുമ്പോൾ അത് വൈറ്റ് ആണല്ലോ, അതിലങ്ങനെ വൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. നേരിട്ട് നമ്മൾ സ്കെച്ച് ഇട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പെയിന്റിങ് ബ്രഷ് വെച്ച് നമ്മൾ കളർ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. മ്യൂറൽ പെയിന്റിംഗ് ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്ന് കാണിക്കാം നമ്മളുടെ പ്രേക്ഷകർ. ഇത് വേറെ ഒരു ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് ആണ്. ഇത് നാട്ടിലേക്ക് വേണ്ടി ചെയ്തതാണ്, ഒരാളുടെ ആവശ്യപ്രകാരം ചെയ്തിരിക്കുന്നതാണ്. സരസ്വതി ദേവിയാണ്. അപ്പൊ ഇങ്ങനെ ക്യാൻവാസിൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്, ചുരുട്ടിക്കൊണ്ട് പോകാം. മറ്റേതാകുമ്പോൾ ക്യാൻവാസിലാകുമ്പോൾ നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇത് വലിയ പെയിന്റിങ്ങും ചെറിയ പെയിന്റിങ്ങും ഇങ്ങനെ ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട്. വളരെ ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, ഈ ക്യാൻവാസ് ഇങ്ങനെ ചുളുങ്ങത്തില്ലേ? ഇല്ല, ക്യാൻവാസ് ചുളുങ്ങത്തില്ല. ഇതൊരു പ്രത്യേക മെറ്റീരിയൽ ക്ലോത്ത് ആണ് പ്രത്യേക. അതിന്റെ പുറത്ത് പലതരത്തിലെ കോട്ടിങ് വന്നിട്ടാണ് ഇത് ക്യാൻവാസ്, നമ്മൾ അതിലാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരിക്കലും ചുളുങ്ങുകയില്ല, എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം. വളരെ ഭംഗി തന്നെ ചെയ്തിട്ട്. അപ്പൊ മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറയോ ഡീറ്റെയിൽ ആയിട്ട്? മ്യൂറൽ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആവാത്ത ഒരു ചിത്രം. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ലൈൻസ് ഇടണം, ഇതില് ഫിനിഷ് ആയിട്ടില്ല. മ്യൂറൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് ചുവർ ചിത്രങ്ങളിൽ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? ഞാൻ അഞ്ജു സാബു. അഞ്ജു, ഷേർലിയോട് സംസാരിച്ചോളൂ. ഹലോ 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 പറഞ്ഞോളൂ അഞ്ജു. എന്റെ പേര് അഞ്ജു സാബു. എനിക്ക് അറിയേണ്ടത്, ഷേർലി ചേച്ചി പിള്ളേരെ വല്ലോ ഇത് പഠിപ്പിക്കുവോ, ഇത് ഇങ്ങനത്തെ ഉണ്ടാക്കാനായിട്ട് മ്യൂറൽ പെയിന്റിങ്ങും അതുപോലെ തന്നെ ടെറാക്കോട്ട ഇതുപോലെ മാലകളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയണം. എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന്? എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ആർട്ട് ഷേർലി ഗാലറി എന്നാണ്. അതിൽ എന്റെ കോണ്ടാക്ട് നമ്പർ ആർട്ട് ഷേർലി ഗാലറി. അതിൽ എന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അത് കൂടാതെ miyoram@ntvuae.com ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ഷേർലിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ തരാം. അതുപോലെ ഈവൻ എനിക്കൊന്ന് ടെറാക്കോട്ട ജ്വല്ലറിക്ക് വേണ്ടി ഒരു പേജ് ഉണ്ട്, ടെറാക്കോട്ട ഇൻ UAE എന്ന് പറഞ്ഞിട്ട്. ടെറാക്കോട്ട ഇൻ UAE. യെസ്. ഓക്കെ, താങ്ക് യു അഞ്ജു.
അപ്പം ആ മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ചാണ് ഷേർലി മ്യൂറൽ ഞങ്ങൾ പഴയ കാലത്ത് ചുവർ ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇപ്പൊ നമ്മളത് ക്യാൻവാസിൽ ചെയ്യുന്നുണ്ട്. അത് ക്യാൻവാസിൽ ചെയ്യുമ്പോൾ ആദ്യം ഇതെന്ന് പറഞ്ഞാൽ പല രജസികം, തമസികം, സാത്വികം അങ്ങനെ 3 ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരയ്ക്കുന്നത്. 5 കളർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോഴും മോഡേൺ ആയപ്പോൾ ആൾക്കാർ ബ്ലൂവും പല പല കളറുകൾ അതിൽ അപ്ലൈ ചെയ്ത് കാണുന്നുണ്ട്. കുറച്ചും കൂടി കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ആൾക്കാർ അങ്ങനെ ആവശ്യപ്പെടാറുമുണ്ട്. കുറച്ച് കളർഫുൾ ആയിരിക്കണം എന്നും കൂടി ചിലർ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. നമ്മളത് ലൈൻസ് സ്കെച്ച്, മ്യൂറലിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിന്റെ ലൈൻസ് ആണ്. കർവ്സ് നല്ല രീതിയിൽ വരുന്ന ലൈൻസ് ആണെങ്കിൽ മാത്രമേ അതിന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അതിനനുസരിച്ച് വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻസ് ഇട്ട് സ്കെച്ച് ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിൽ വൈറ്റ് അല്ലാത്ത പോർഷനിലെല്ലാം യെല്ലോ ഫില്ല് ചെയ്യും. യെല്ലോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പിന്നെ ഗ്രീനും റെഡും അതിനുശേഷം അത് കൊടുക്കും. അതിനുശേഷം റെഡും ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ യെല്ലോ കൊണ്ട് വൈറ്റ് അല്ലാത്ത പോർഷൻസിലെല്ലാം കവർ ചെയ്യും, ഫില്ല് ചെയ്യും. അതിനുശേഷം ഗ്രീനും റെഡും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ലൈറ്റ് ഷെയ്ഡും ആ ഗ്രീന് റെഡിൽ ഡാർക്ക് വരുന്ന പോർഷനിലെല്ലാം ഡാർക്ക് ഒക്കെ കൊടുത്ത് ലൈറ്റ് ഷെയ്ഡും കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ ലൈൻസ് ഇടുന്നത്. ലൈൻസ് ആണ് അതിന്റെ ജീവൻ, അതാണ് അതിന്റെ ബ്യൂട്ടി മ്യൂറലിന്റെ. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? ബ്ലാക്ക് ഇങ്ക് കൊണ്ടോ? ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ബ്രഷ് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പൊ ചിലരൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെൻ കൊണ്ട്, ബ്ലാക്ക് പെൻ കൊണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മള് ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത് ലൈൻസ്. ആ ബ്രഷിന്റെ ബ്യൂട്ടിയാണ് ഒരു മ്യൂറലിന്റെ ലൈൻസിന്റെ ബ്യൂട്ടി. ലൈൻസ് എത്രത്തോളം നല്ല കർവ്സും നല്ല ബ്യൂട്ടിഫുൾ ആകുമോ മ്യൂറലിന് അത്രത്തോളം മിഴിവുണ്ടാകും. ഓക്കെ, ഇത് ഈ പെയിന്റ് അക്രിലിക് ആണോ ഇപ്പം ഇവിടെ? ഇതിപ്പോ അക്രിലിക് ആണ്. ഇത് ഞാൻ ഈ ടെറാക്കോട്ടയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അത് തന്നെയാണ് ഈ അക്രിലിക് ഉപയോഗിച്ചാണ് ഈ പോട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടെറാക്കോട്ടയുടെ പോട്ടാണ്. ഈ പോട്ട് വാങ്ങിയിട്ട് അതിൽ ആദ്യം റെഡ് ഫില്ല് ചെയ്ത് റെഡ് പെയിന്റ് അടിച്ചു. അതിനുശേഷം നമ്മൾ ഈ ലൈൻസ് വരച്ചു. ലൈൻസിൽ കളർ ചെയ്തിരിക്കുകയാണ് ഇത് ടെറാക്കോട്ട. ഫ്രീ ഹാൻഡ് ബ്രഷ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്, കളർ ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വല്ലോ നമ്മൾ പെയിന്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വല്ലോ തെറ്റ് വല്ലോ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഭാഗത്ത് കളർ നമുക്ക് ഈ റെഡ് അങ്ങ് അടിച്ച് അത് ബ്ലാങ്ക് ആക്കിയതിന് ശേഷം അതിന്റെ പുറത്ത് വീണ്ടും ചെയ്യാം. റെഡിന്റെ മേലെ ഏത് കളർ? ഇപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ ചെയ്ത ബ്ലൂ ഒക്കെ നമുക്ക് അതിന്റെ മേലെ തന്നെ ചെയ്യാം. ചെയ്യാം. അക്രിലിക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു പെയിന്റിന്റെ പുറത്ത് നമുക്ക് വേണ്ട ഇവിടെ ഈ കളർ വേണ്ടാന്ന് തോന്നിയാൽ അതിന്റെ പുറത്ത് വേറെ കളർ അപ്ലൈ ചെയ്യാം. വളരെ ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോട്ട്. ഇപ്പൊ ചെറിയ പോട്ടായോണ്ടാണ് ഇങ്ങനെ. വലിയ പോട്ടിലാകുമ്പോ ഫിഗർ ചെയ്യും. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഷേർലിയോട് ചോദിച്ചറിയാനുണ്ട്. പെയിന്റിംഗ് ആയാൽ പോലും അതുപോലെ തന്നെ ടെറാക്കോട്ട ജ്വല്ലറി ആണെങ്കിൽ പോലും. അതിന് മുന്നേ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാലോ? സോ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.